ഹലോ ഫ്രണ്ട്സ്, കെഹ്റ വൈബിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യാറുള്ള ഒരു ബ്യൂട്ടി ടിപ്സുമായാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല കേട്ടോ, നമുക്ക് അടുക്കളയിൽ എപ്പോഴും കിട്ടുന്ന നമ്മുടെ ദോശമാവ് തന്നെ. ഈ ടിപ്പ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷേ ഈ ടിപ്പ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ദോശമാവ് ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. ടാനും അതിനോടൊപ്പം തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് ഫേസിനെ നന്നായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ് ചെയ്യുന്നുണ്ട്. ദോശമാവ് ഒരു നാച്ചുറൽ ക്ലെൻസറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഫേസിന് സ്ക്രബ് എല്ലാ ദിവസവും കൊടുക്കുന്നത് നല്ലതല്ല. ഇത് ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ണിന് ചുറ്റും സ്ക്രബ് ചെയ്യരുത്. അഥവാ ചെയ്യുകയാണെങ്കിൽ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. അലർജി ഒന്നുമില്ലാത്തവർക്ക് തൈരോ കോഫി പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഇതിനോട് ഒപ്പം ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ദോശമാവ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് പകുതി ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം നന്നായിട്ട് മുഖത്ത് നനച്ച് കൊടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാൻ. ഈ പാക്ക് ഇടുമ്പോൾ ടാനും കൂടെ റിമൂവ് ആകും. വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടോ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുമാത്രം ബ്രൈറ്റായി എന്ന്. അടുത്തതായിട്ട് കഞ്ഞിവെള്ളമാണ് അപ്ലൈ ചെയ്യുന്നത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അപ്ലൈ ചെയ്തതിൽ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും റിസൾട്ട് തോന്നിയത് എന്തെന്ന് വെച്ചാൽ, നന്നായിട്ട് റിങ്കിൾസൊക്കെ റിമൂവ് ആകുന്നുണ്ട്. 30 വയസ്സിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും റിങ്കിൾസ് വന്നു തുടങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് ദിവസവും ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്. കഞ്ഞിവെള്ളം ബ്രൈറ്റ് ആകാനും ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഒരു തവണ കൂടെ അതിന് മുകളിൽ അപ്ലൈ ചെയ്യണം. ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. കണ്ടോ, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായി അതുപോലെ നന്നായിട്ട് സോഫ്റ്റുമായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുക. എല്ലാവരും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഉറപ്പായിട്ടും എല്ലാവരും റിസൾട്ട് കൂടി കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കണേ.
ബൈ.